പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 21ാം ഗഡു നവംബർ 11-നാണ് പുറത്തിറങ്ങിയത്. രാജ്യത്തുടനീളമുള്ള 9 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് 2000 രൂപ അയച്ചത്. എന്നാൽ ഇത്തവണ ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ഗഡുക്കൾ ലഭിച്ചില്ല. 21ാമത്തെ ഗഡു ലഭിക്കാത്തവർക്ക് KYC, ലാൻഡ് സീഡിംഗ്, ആധാർ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 22ാമത്തെ ഗഡുവിനോടൊന്നിച്ചോ അതിനു മുമ്പോ ആയി ഇവർക്ക് തുക ലഭിക്കുന്നതാണ്. സർക്കാർ കണക്കുകൾ പ്രകാരം ഇത്തവണ 35,88,245 കർഷകരുടെ പേരുകളാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അതുപോലെ തന്നെ മരണപ്പെട്ട കർഷകരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തതിനാൽ തെറ്റായ നിരവധി ഗുണഭോക്താക്കളുടെ പേരുകൾ പട്ടികയിൽ തുടർന്നിട്ടുണ്ടായിരുന്നു. ഇതും ഇത്തവണ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നവർ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. 2025-ലെ 3 ഗഡുക്കളും ഇത്തവണ വിതരണം ചെയ്തു. ആദ്യ ഗഡു ഫെബ്രുവരിയിലും, രണ്ടാമത്തെ ഗഡു ഓഗസ്റ്റിലും, മൂന്നാമത്തെ ഗഡു നവംബറിലുമാണ് പുറത്തിറങ്ങിയത്. ഇനി 22ാമത്തെ ഗഡു വിതരണം മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ 22ാമത്തെ ഗഡു വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 22ാമത്തെ ഗഡു ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കർഷക രജിസ്ട്രേഷൻ ചെയ്യുക, അതുപോലെ ഇടയ്ക്കിടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, KYC ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കാരണം 20ാമത്തെ ഗഡു ലഭിച്ചിട്ടുള്ളവർക്ക് പോലും KYCയുടെ പ്രശ്നം കാരണം 21ാമത്തെ ഗഡു ലഭിക്കാത്തതായി വന്നിട്ടുണ്ട്. ഇനി പുതിയ അപേക്ഷകർ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. PM കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാനുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2018-19 ഭൂനികുതി അടച്ച റെസീറ്റ് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ നികുതി റെസീറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ഇത്രയുമാണ് PM കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ. സ്വന്തമായി 2 ഹെക്ടർ വരെ ഭൂമിയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ജോലിയുള്ളവർക്കും സംസ്ഥാന സർക്കാർ ജോലിയുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അടുത്തുള്ള CSC കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നികുതി റെസീറ്റിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവ സഹിതം നിങ്ങളുടെ കൃഷിഭവനിലെത്തി നൽകണം. ഒറിജിനൽ കൂടി കൈവശം വയ്ക്കേണ്ടതാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.